Hi everyone, welcome to my channel Civil Tips and Tricks for Civil Engineers. എൻ്റെ വീഡിയോ കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാംസിനും ലെക്ചറർ ഗ്രേഡ് 1 എക്സാംസിനും പിന്നെ കേരള PSCയുടെ എക്സാംസിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. അതെ, എല്ലാവരും അറിഞ്ഞല്ലോ എക്സാംസ് ഒക്കെ മാറ്റി വെച്ചു കേട്ടോ. അപ്പം മെയ്യിൽ നടക്കേണ്ട എക്സാംസ് വന്നിട്ട് 2 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 27/7/2021 എക്സാം വരുന്നത്. ട്യൂസ്ഡേ ആണ് എക്സാം. പോസ്റ്റ് വന്നിട്ട് സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ സിവിൽ പബ്ലിക് വർക്ക്സ് കമ്മീഷനിലാണ്. പിന്നെ വന്നിട്ട് ഇറിഗേഷനിലും കാണും. ഓക്കെ, കാറ്റഗറി നമ്പർ വന്നിട്ട് 206/2020 ആണ്. പിന്നെ 30/7/2021 സാറ്റർഡേ ട്രേസർ അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 3 ആണ്. കേരള വാട്ടർ അതോറിറ്റിയാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ കാറ്റഗറി നമ്പർ വന്നിട്ട് 244/2018. കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കുക, എക്സാംസ് ഒക്കെ അടുത്ത് വരികയാണ്. ഓക്കെ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വന്നിട്ട് ഫെറസ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, ഫെറസ് മെറ്റീരിയൽസിൽ വരുന്നതാണ് അയൺ ഓർ, important varieties of iron ore, pig iron, manufacture of pig iron. മെറ്റൽസ് വന്നിട്ട് രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫെറസും നോൺ ഫെറസ് മെറ്റൽസും. ഫസ്റ്റ് വന്നിട്ട് ഫെറസ് മെറ്റൽസ്. എന്താണ് ഫെറസ് മെറ്റൽസ്? ഈ ഫെറസ് മെറ്റൽസിൽ ഏറ്റവും കൂടുതൽ അയൺ കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ ഒരു മെറ്റൽസിന് പറയുന്നതാണ് ഫെറസ് മെറ്റൽ. എക്സാമ്പിൾ കാസ്റ്റ് അയൺ, റോട്ട് അയൺ, സ്റ്റീൽ. അടുത്തത് വരുന്നതാണ് നോൺ ഫെറസ് മെറ്റൽസ്. ഈ നോൺ ഫെറസ് മെറ്റൽസിന് വന്നിട്ട് അയൺ എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് കാണത്തില്ല. ആ ഒരു മെറ്റൽസിന് പറയുന്നതാണ് നോൺ ഫെറസ് മെറ്റൽ. എക്സാമ്പിൾ കോപ്പർ, അലുമിനിയം. അടുത്തത് വരുന്നതാണ് അയൺ ഓർസ്. ഈ ഓറ് വന്നിട്ട് എങ്ങനെയാണ് നമ്മൾ നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു മിനറലാണ് ഓറ് വന്നിട്ട് സോളിഡ് സബ്സ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതിൽ വന്നിട്ട് 1 അല്ലെങ്കിൽ 2 വന്നിട്ട് ഇംപ്യൂരിറ്റീസ് കാണും. വേരിയബിൾ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇംപ്യൂരിറ്റീസ് ആണ്. ഈ ഇംപ്യൂരിറ്റീസ് വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് മുഖേന ഇത് റിമൂവ് ചെയ്യും. ഓക്കെ, അടുത്തത് വരുന്നതാണ് പിന്നെ കുറച്ച് ഇംപ്യൂരിറ്റീസ് ഓറിൻ്റെ കൂടെ തന്നെ കാണും. ഓക്കെ, ആ ഇംപ്യൂരിറ്റീസിനെ പറയുന്ന പേരാണ് ഗാങ്. ഓക്കെ, അടുത്തത് വരുന്നതാണ് ഇമ്പോർട്ടൻറ്റ് വെറൈറ്റീസ് ഓഫ് അയൺ ഓർ. ഈ ഇമ്പോർട്ടൻറ്റ് വെറൈറ്റീസ് ഓഫ് അയൺ ഓർ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നിങ്ങൾ ഫെറസ് മെറ്റീരിയൽസിന് ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇമ്പോർട്ടൻറ്റ് വെറൈറ്റീസ് ഓഫ് അയൺ ഓർ പഠിച്ചേ പറ്റൂ. അപ്പം അതിൽ വരുന്നതാണ് ഫസ്റ്റ് വരുന്നതാണ് മാഗ്നറ്റൈറ്റ്, രണ്ടാമത് വരുന്നതാണ് ഹെമറ്റൈറ്റ്, തേർഡ് വരുന്നതാണ് ലിമോണൈറ്റ്, ഫോർത്ത് വരുന്നതാണ് പൈറൈറ്റ്, ഫിഫ്ത്ത് വരുന്നതാണ് സെട്രൈറ്റ്. അപ്പം ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അടുത്ത സ്ലൈഡോട്ട് കാണാം. ഓക്കെ, ഫസ്റ്റ് വരുന്നതാണ് മാഗ്നറ്റൈറ്റ്. ഈ മാഗ്നറ്റൈറ്റിന് വേറൊരു പേരാണ് ബ്ലാക്ക് ഓക്സൈഡ് ഓഫ് അയൺ. ഏറ്റവും കൂടുതൽ റിച്ചസ്റ്റ് അയൺ ഓർ വന്നിട്ട് മാഗ്നറ്റൈറ്റ് ആണ്. ഇതിന് വന്നിട്ട് 70 to 73% അയൺ ഉണ്ട്. ഓക്കെ, പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഈക്വൽ ടു 4.0 to 5.20 വരയ്ക്കും സ്പെസിഫിക് ഗ്രാവിറ്റി കാണും. ഈ മാഗ്നറ്റൈറ്റിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. മാഗ്നറ്റൈറ്റ് വന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്, പക്ഷേ മാഗ്നറ്റൈറ്റ് ഓർ നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാഗ്നറ്റൈറ്റ് ഓറിനേക്കാളും കൂടുതൽ വന്നിട്ട് ഹെമറ്റൈറ്റ് ഓർ ഉള്ളത് കൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്തില്ല. മാഗ്നറ്റൈറ്റ് ഓർ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ചെന്നൈയിൽ 800 മാഗ്നറ്റൈറ്റ് ഓർ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് വരുന്നതാണ് ഹെമറ്റൈറ്റ്. ഈ ഹെമറ്റൈറ്റ് വന്നിട്ട് റെഡ് ഓക്സൈഡ് ഓഫ് അയൺ ആണ്. ഇതിൽ വന്നിട്ട് 60 to 75% ഓഫ് അയൺ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വന്നിട്ട് 4.50 to 5.30. ഹെമറ്റൈറ്റിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന അയൺ ഓർ വന്നിട്ട് ഹെമറ്റൈറ്റ് ആണ്. അടുത്തത് വരുന്നതാണ് ലിമോണൈറ്റ്. ഈ ലിമോണൈറ്റ് വന്നിട്ട് അതിനൊരു വേറൊരു പേരുണ്ട് ബ്രൗൺ ഹെമറ്റൈറ്റ്. ഇതിന് 60% അയൺ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വന്നിട്ട് 3.60 to 4 ആയിരിക്കും. ഓക്കെ, ഇത് ലിമോണൈറ്റിൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്.
അടുത്തത് വരുന്നതാണ് പൈറൈറ്റ്. ഓക്കെ, ഈ പൈറൈറ്റിന് വേറൊരു പേരാണ് സൾഫേറ്റ് ഓഫ് അയൺ. ഇതിൽ വന്നിട്ട് 45 to 47% അയൺ ഉണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി വന്നിട്ട് 4.80 to 5.10. പൈറൈറ്റിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഈ പൈറൈറ്റിന് വന്നിട്ട് വേറൊരു പേര് കൂടെ ഉണ്ട്, ഫൂൾസ് ഗോൾഡ്. അത് വന്നിട്ട് നമുക്ക് ഇതുവരെ എക്സാമിലൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ നമ്മളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഫൂൾസ് ഗോൾഡ് പറയുന്നത്. ഓക്കെ, അടുത്ത് വരുന്നതാണ് സിഡറൈറ്റ്. ഈ സിഡറൈറ്റിൻ്റെ വേറൊരു പേരാണ് കാർബണേറ്റ് ഓഫ് അയൺ. അതിന് വേറൊരു പേര് കൂടെ പറയും സ്പാത്തിക് അയൺ ഓർ. ഇതിൽ മാക്സിമം അയൺ കണ്ടന്റ് വന്നിട്ട് 40% ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി വന്നിട്ട് 3.70 to 3.90. സിഡറൈറ്റിൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവിഷനാണ്. ഇപ്പം നമ്മൾ നോക്കിയില്ല മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, പൈറൈറ്റ്, സിഡറൈറ്റിൻ്റെയൊക്കെ ഒരു ചെറിയൊരു റിവിഷനാണ്. കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൺഫേം ആയിട്ട് ചോദിക്കും. അപ്പോൾ ഈ ടേബിൾ പ്രകാരം പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഫസ്റ്റ് ഓർ വന്നിട്ട് മാഗ്നറ്റൈറ്റ്. പെർസെൻറ്റേജ് ഓഫ് അയൺ വന്നിട്ട് 70 to 73%. കളർ ബ്ലാക്ക്. സ്പെസിഫിക് ഗ്രാവിറ്റി 4.90 to 5.20. അതർ നെയിംസ് എന്ന് പറഞ്ഞാൽ വേറെ പേരുകളിൽ വിളിക്കാം. അത് വന്നിട്ട് ബ്ലാക്ക് ഓക്സൈഡ് ഓഫ് അയൺ. ഹെമറ്റൈറ്റിന് വന്നിട്ട് 65 to 70% ആണ് പെർസെൻറ്റേജ് ഓഫ് അയൺ ഉള്ളത്. കളർ വന്നിട്ട് റെഡ് ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി 4.50 to 5.30. അതർ നെയിംസ് വന്നിട്ട് റെഡ് ഓക്സൈഡ് ഓഫ് അയൺ. ലിമോണൈറ്റ് വന്നിട്ട് പെർസെൻറ്റേജ് 60%. ബ്രൗൺ കളറാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി വന്നിട്ട് 3.60 to 4. ബ്രൗൺ ഹെമറ്റൈറ്റ് ആണ് അതിൻ്റെ വേറൊരു പേര്. പൈറൈറ്റ് വന്നിട്ട് 45 to 47% ആണ്. യെല്ലോ കളറായിരിക്കും. 4.80 to 5.10. അതിന് വേറൊരു പേരാണ് സൾഫൈഡ് ഓഫ് അയൺ അല്ലെങ്കിൽ ഫൂൾസ് ഗോൾഡ്. പിന്നെ സിഡറൈറ്റിൻ്റെ പെർസെൻറ്റേജ് വന്നിട്ട് 40%. പെയിൽ യെല്ലോ ബ്രൗൺ കളറാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി വന്നിട്ട് 3.70 to 3.90. കാർബണേറ്റ് ഓഫ് അയൺ അല്ലെങ്കിൽ വേറൊരു പേരാണ് സ്പാത്തിക് അയൺ. ഇത് കൺഫേം ആയിട്ട് ഈ ടേബിൾ പഠിച്ചേ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മാഗ്നറ്റൈറ്റ് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും അയൺ ഉള്ളത്, ഹെമറ്റൈറ്റ് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും, പിന്നെ ലിമോണൈറ്റ് എന്ത് കളറാണ്, പിന്നെ പൈറൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കൺഫ്യൂസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടേബിൾ പ്രകാരം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് വരുന്ന അയണാണ് പിഗ് അയൺ. ബ്ലാസ്റ്റ് ഫർണസിൽ ക്രൂഡ് ഇംപ്യൂർ അയൺ കിട്ടുന്നതിന് പറയുന്നതാണ് പിഗ് അയൺ. ഈ പിഗ് അയണിൽ നിന്നാണ് കാസ്റ്റ് അയൺ, റോട്ട് അയൺ, സ്റ്റീൽ എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ പിഗ് അയണിൻ്റെ മാനുഫാക്ചറിൽ വരുന്നതാണ് ഡ്രസ്സിങ്, കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്, സ്മെൽറ്റിംഗ്. എന്താണ് കാൽസിനേഷൻ? കാൽസിനേഷൻ നമ്മൾ ലൈം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ കണ്ടായിരുന്നു. അതെന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈം ഉണ്ടല്ലോ, ലൈം സ്റ്റോൺ, അത് വന്നിട്ട് റെഡ് ഹോട്ടിൽ ഹീറ്റ് ചെയ്യും. അതിന് പറയുന്ന പ്രോസസ്സാണ് കാൽസിനേഷൻ. പക്ഷെ പിഗ് അയണിൽ വന്നിട്ട് കാൽസിനേഷൻ ചെയ്യുന്നത് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനാണ് കാൽസിനേഷൻ യൂസ് ചെയ്യുന്നത്. റോസ്റ്റിങ്ങും സ്മെൽറ്റിങ്ങും വന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, പിഗിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ആദ്യത്തെ പ്രോസസ്സാണ് ഡ്രസ്സിങ്. ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് തന്നെ അറിയാമല്ലോ എന്താണ് ഡ്രസ്സിങ്. നമ്മൾ കുളിച്ച് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് വരിക. ഇത് തന്നെയാണ് നമ്മുടെ അയൺ ഓറിൽ ഡ്രസ്സിങ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഈ ഓറ് നമുക്ക് കിട്ടുമല്ലോ മൈനിൽ നിന്ന്. ഇത് വന്നിട്ട് നല്ല വലിയ വലിയ പീസായിരിക്കും. ഇത് വന്നിട്ട് 25 mm ഡയ വരയ്ക്കും ഇത് ക്രഷ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതിൽ ഒരുപാട് എർത്തി മാറ്റർ, ലോമ് ഒക്കെ കാണും. അങ്ങനെ പറഞ്ഞാൽ ഇംപ്യൂരിറ്റീസ് ആണ്. ഓക്കെ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇത് സ്മെൽറ്റിംഗ് പ്രോസസ്സിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു എർത്തി മാറ്ററും ലോമും ഒക്കെ റിമൂവ് ചെയ്യും. എങ്ങനെ റിമൂവ് ചെയ്യും? നമ്മുടെ വെള്ളം വന്നിട്ട് ഈ ഓറിൽ ഒഴിക്കും. അപ്പോൾ എന്താ, വെള്ളം
സ്പ്രേ വഴിയായിരിക്കും ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും വാഷായി പോകും. പിന്നെ വന്നിട്ട് ഇപ്പോൾ ഇത് ഡ്രൈ കണ്ടീഷനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേറ്റേഴ്സ് വഴി ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ആയിട്ടാണല്ലോ നമ്മുടെ അയൺ ഓർ ഇരിക്കുന്നത്, അത് മാത്രം ഈ മാഗ്നറ്റിക് സെപ്പറേറ്റേഴ്സ് എടുത്തുകൊണ്ട് പോയിട്ട് ബാക്കി എല്ലാ ഇമ്പ്യൂരിറ്റീസും വന്നിട്ട് തന്നെ റിമൂവ് ആയി പോകും. ഓക്കെ, ഇങ്ങനെയാണ് ഡ്രസ്സിങ് ചെയ്യുന്നത്. കണ്ടോ, ഇതിൽ വലിയ വലിയ പീസസ് കാണുമല്ലോ, ഇതെല്ലാം ക്രഷ് എല്ലാം ചെയ്തിട്ട് പിന്നെ അത് കണ്ടോ ക്രഷ് ചെയ്ത് കണ്ടോ ഇതെല്ലാം പിന്നെ വാഷ് ചെയ്ത് വിടും വെള്ളത്തിൽ കൂടെ. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഡ്രസ്സിങ്. അടുത്തത് വരുന്നതാണ് കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. ഈ കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ് വന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ അയൺ ഓസ് എയറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് കാൽസിനേഷൻ. ഓക്കെ, കാൽസിനേഷൻ വഴി വാട്ടറും കാർബൺ ഡയോക്സൈഡും റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, പിന്നെ റോസ്റ്റിംഗ് ചെയ്യും. ഇത് ഈ റോസ്റ്റിംഗ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൾഫർ ഉണ്ടെങ്കിൽ റോസ്റ്റിംഗ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ വന്നിട്ട് ഈ അയൺ ഓർ വന്നിട്ട് ഓക്സൈഡ് ഓഫ് അയൺ ആണെങ്കിൽ റോസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെയാണ് നമ്മൾ കാൽസിനേഷൻ ചെയ്യുന്നത്. കണ്ടോ, ഹീറ്റ് ചെയ്യുന്നത് കണ്ടോ. അടുത്ത് വരുന്ന പ്രോസസ്സാണ് സ്മെൽറ്റിംഗ്. ഈ സ്മെൽറ്റിംഗ് വന്നിട്ട് നമ്മുടെ ഓറിൽ നിന്ന് മെറ്റൽ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ പറയുന്നതാണ് സ്മെൽറ്റിംഗ്. ഇത് സാധാരണ ചെയ്യുന്നത് ബ്ലാസ്റ്റ് ഫർണസിലാണ്. ഇലക്ട്രിക് റിഡക്ഷൻ ഫർണസ്, ലോ ഷാഫ്റ്റ് ബ്ലാസ്റ്റ് ഫർണസ്, സ്പോഞ്ച് അയൺ പ്രോസസ്സിൽ കൂടെയൊക്കെ വന്നിട്ട് പിഗ് അയൺ മാനുഫാക്ചർ ചെയ്യും. ഇങ്ങനെയാണ് പിഗ് അയൺ മാനുഫാക്ചർ ചെയ്യുന്നത്. മെൽറ്റ് ചെയ്ത് കഴിയുമ്പം മെറ്റൽ വന്നിട്ട് ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, കണ്ടാൽ ശരിക്കും മനസ്സിലാവത്തില്ല, പക്ഷെ അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് ആണ് മേളിലോട്ട് പോകുന്നത്. ഓക്കെ, ബാക്കിയുള്ള മെൽറ്റായ അയൺ ആണ് വന്നിട്ട് ട്രേയിൽ കളക്ട് ചെയ്യുന്നത്. പാർട്സ് ഓഫ് ബ്ലാസ്റ്റ് ഫർണസ്: ത്രോട്ട്, സ്റ്റാക്ക് ഓർ ഇൻവോൾ, സിലിണ്ടർ, ബോഷ്, ഹാർട്ട് ഓർ ക്രൂസിബിൾ, ടയേഴ്സ്. ഇതെല്ലാം നമുക്ക് അടുത്ത സ്ലൈഡിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ആദ്യത്തെ പോർഷനാണ് ത്രോട്ട്. ഈ ത്രോട്ട് വന്നിട്ട് ഫീഡിങ് സോൺ ഓഫ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രോട്ടിലായിരിക്കും നമ്മൾ അയൺ ഓസ് വന്നിട്ട് ഇടുന്നത്. ഓക്കെ, പിന്നെ സ്ലാക്ക് ഓർ ഇൻവോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ത്രോട്ടിൻ്റെയും സിലിണ്ടറുടെ ഇടയ്ക്കുള്ള പോർഷൻ ഉണ്ടല്ലോ, അതിന് പറയുന്നതാണ് സ്ലാക്ക് ഓർ ഇൻവോൾ. ദ ഹൈറ്റ് ഓഫ് സ്ലാക്ക് ഷുഡ് ബി സച്ച് ദാറ്റ് ദ അയൺ ഓർസ് ആർ സഫീഷ്യൻ്റ്ലി ഹീറ്റഡ്, പ്രീഹീറ്റഡ് ആൻഡ് റെഡ്യൂസ്ഡ് ബിഫോർ ദേ റീച്ച് ദ നെക്സ്റ്റ് സോൺ. സിലിണ്ടർ ഓർ ബാരൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാക്ക് ഓർ ബോഷ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ വന്നിട്ട് പാരലൽ സൈഡ്സ് കാണും. അടുത്ത് വരുന്ന പോർഷനാണ് ബോഷ്. ഈ ബോഷിലാണ് ബർണിങ് നടക്കുന്നത്. ഓക്കെ, പിന്നെ ഹർട്ട് ഓർ ക്രൂസിബിൾ. ഏറ്റവും ലോവസ്റ്റ് പാർട്ട് വന്നിട്ട് ഹർട്ട് ഓർ ക്രൂസിബിൾ ആണ്. അവിടെ വെച്ചിട്ടായിരിക്കും സ്ലാഗ് പിന്നെ വന്നിട്ട് മോൾട്ടൺ അയൺ കളക്ട് ചെയ്യുന്നത്. ടയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയേഴ്സ് ഈസ് എ നോസിൽ ഓഫ് ബ്ലാസ്റ്റ് ഓഫ് എയർ. ഓക്കെ, അവിടെ വെച്ചിട്ടായിരിക്കും എയർ ബ്ലാസ്റ്റ് കൊടുക്കുന്നത്. ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞാൽ തന്നെ ബ്ലാസ്റ്റ് ഓഫ് എയർ വന്നിട്ട് കൊടുക്കും, നമുക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ എയർ കൊടുക്കുന്നത്. ആ പൈപ്പ് കണ്ടോ, നേരത്തെ കാണിച്ചില്ലേ, കാണിച്ചു തരാവേ. ഒരു പൈപ്പ് കണ്ടോ, ആ പൈപ്പിന് പറയുന്നതാണ് ടയേഴ്സ്. അവിടെ വെച്ചിട്ടായിരിക്കും എയർ വന്നിട്ട് കൊടുക്കുന്നത്. കണ്ടോ, അത് തന്നെ. അതിന് താഴെ വരുന്നതാണ് ഹർട്ട് അല്ലെങ്കിൽ ക്രൂസിബിൾ. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് പിഗ് അയൺ. ഈ പിഗ് അയൺ വന്നിട്ട് പെട്ടെന്ന് റെസ്റ്റ് ആവത്തില്ല. പിന്നെ ഇത് ഹാർഡും ബ്രിട്ടിലും ആയിരിക്കും. പിന്നെ വന്നിട്ട് ഇത് പെട്ടെന്ന് മാഗ്നറ്റൈസ് ചെയ്യത്തില്ല. ബെൽഡോ റിവേർട്ടും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് വരുന്നതാണ് ടൈപ്സ് ഓഫ് പിഗ് അയൺ. പിഗ് അയണിൻ്റെ ടൈപ്സ് വന്നിട്ട് ബെസിമർ പിഗ്, ഗ്രേ പിഗ്, വൈറ്റ് പിഗ്, ഫോർജ് പിഗ്, മോട്ടിൽഡ് പിഗ്. ഈ ഓരോ പിഗ് അയണിനെ പറ്റി നമുക്ക് അടുത്ത സ്ലൈഡ് തൊട്ട് കാണാം.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അയൺ ഓറാണ് ബെസമർ പിഗ്. ഈ ബെസമർ പിഗ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഹെമറ്റൈറ്റ് ഓറിൽ നിന്നാണ്. ഈ ബെസമർ പിഗിൽ വന്നിട്ട് കോപ്പർ, ഫോസ്ഫറസ്, സൾഫർ ഒന്നും കാണാൻ പാടില്ല. പിന്നെ സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെസമർ പിഗ് യൂസ് ചെയ്യുന്നത്. ബെസമർ പിഗിൽ വന്നിട്ട് ഓപ്പൺ ഹെർത്ത് പ്രോസസ്സും ബെസിമറൈസേഷനുമാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നതാണ് ഗ്രേ പിഗ്. ഈ ഗ്രേ പിഗ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫർണസിൽ സഫീഷ്യൻ്റ് ആയിട്ട് ഫ്യൂവലും റോ മെറ്റീരിയൽസും കൊടുക്കുകയാണെങ്കിൽ, പിന്നെ വന്നിട്ട് അതിൻ്റെ കൂടെ ഹൈ ടെമ്പറേച്ചറും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഗ്രേ പിഗ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അടുത്ത പിഗ് അയനാണ് വൈറ്റ് പിഗ് അയൺ. വൈറ്റ് പിഗ് അയൻ്റെ വേറൊരു പേരാണ് ഫോർജ് പിഗ് അയൺ. ഓക്കെ, ഇത് വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ നോക്കിയില്ലേ ഗ്രേ പിഗ് അയൺ, അതിൽ വന്നിട്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫ്യൂവലും റോ മെറ്റീരിയൽസും പിന്നെ ഹൈ ടെമ്പറേച്ചറും ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വൈറ്റ് പിഗ് അയണും അല്ലെങ്കിൽ ഫോർജ് പിഗ് അയണിലും വന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. എങ്ങനെയായിരിക്കും? സഫീഷ്യൻറ്റ് ഫ്യൂവൽ പ്രൊവൈഡ് ചെയ്തില്ല, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് കാണത്തില്ല, പിന്നെ വന്നിട്ട് ടെമ്പറേച്ചറും ലോ ആയിരിക്കും. പിന്നെ വന്നിട്ട് ഇതിൻ്റെ കൂടെ വേറൊരു കുഴപ്പം കൂടെയുണ്ട്. ഫ്യൂവലിൽ വന്നിട്ട് ഹയർ പെർസെൻറ്റേജ് ഓഫ് സൾഫർ ഉണ്ടെങ്കിൽ കൂടെ വൈറ്റ് പിഗ് അയൺ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അടുത്തത് വരുന്നതാണ് മോട്ടൽഡ് പിഗ്. ഒരു മിനിറ്റ്, ഈ വൈറ്റ് പിഗ് അയൺ വന്നിട്ട് നമ്മുടെ റോട്ടൈൻ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് പിഗ് അയൺ യൂസ് ചെയ്യുന്നത്. മോട്ടൽഡ് പിഗ് അയൺ വന്നിട്ട് നമ്മുടെ വൈറ്റ് പിഗ് അയണിൻ്റെയും ഗ്രേ പിഗ് അയണിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഒരു വെറൈറ്റി ഓഫ് പിഗിന് പറയുന്നതാണ് മോട്ടൽഡ് പിഗ് അയൺ. ഓക്കെ, ഇത് വന്നിട്ട് ഹെവി ഫൗണ്ടറി കാസ്റ്റിങ്സിലൊക്കെ യൂസ് ചെയ്യും. ഇതോടെ വന്നിട്ട് ക്ലാസ് കഴിയുകയാണ്. അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ഫെറസ് മെറ്റൽസിൻ്റെ കണ്ടിന്യൂഷനാണ്. അതിൽ വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ, കാസ്റ്റ് അയൺ, കാസ്റ്റിങ്സ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.